ജനാധിപത്യം, സത്യം, സാമൂഹിക ബോധം, മനുഷ്യൻ്റെ വികാരങ്ങൾ, അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രക്രിയ, ഇതിനെല്ലാം തന്നെ സമഗ്രമായി സ്പർശിക്കുന്ന ഒരു രാഷ്ട്രീയ ബൗദ്ധിക പ്രതിസന്ധിയാണ് സത്യാനന്തര കാലം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സത്യവും മിഥ്യയും എന്താണെന്ന് ലോകം മനുഷ്യരാശിയുടെ ബിഗിനിങ് മുതൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് എന്താണ് ശരി, എന്താണ് മിഥ്യ എന്ന് പറയുന്നത്. അപ്പോൾ പ്രശസ്തനായ ഗ്രീക്ക് ചിന്തകനായിട്ടുള്ള പ്ലേറ്റോയുടെ പ്രശസ്ത ഒരു പുസ്തകമായ റിപ്പബ്ലിക്കിൽ അദ്ദേഹം ഒരു കാര്യം, ഒരു നൈതിക ചോദ്യം നമ്മളുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. ഗൈജീസിൻ്റെ മോതിരം എന്ന് പറയുന്ന ഒരു രൂപകം ഒരു നൈതിക പ്രശ്നത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് അദ്ദേഹം നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു മനുഷ്യർക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അദൃശ്യമായി നിന്നുകൊണ്ട് അധികാരം പ്രയോഗിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ അധികാരം എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നതുള്ള ഒരു വലിയ പ്രശ്നം. ആ അധികാരം അദ്ദേഹം ഉപയോഗിക്കുന്നത് അദൃശ്യനായിട്ടിരുന്ന്, ഇൻവിസിബിളായിട്ടിരുന്ന് അദ്ദേഹം ഉപയോഗിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? അല്ലെ നീതിയുടെ ഭാഗത്തു നിന്നാണോ അത് ഉപയോഗിക്കുന്നത്? അല്ലെ അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണോ അത് ഉപയോഗിക്കുന്നു എന്നുള്ള വളരെ പ്രസക്തമായ ഒരു ചോദ്യം ആ ബുക്കിൽ അദ്ദേഹം നമ്മളുടെ മുന്നിലേക്ക് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ നൈതിക പ്രശ്നം നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ആ ഗൈജീസിൻ്റെ മോതിരം എന്ന് പറയുന്നത് ഇന്ന് ഒരു യാഥാർത്ഥ്യമായിട്ടുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്നത്, നമ്മളെല്ലാവരും പ്രത്യേകിച്ചും പുതിയ തലമുറ ഡിജിറ്റൽ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഒരു ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് ഈ അദൃശ്യമായിട്ടുള്ള ഡിജിറ്റൽ ഇൻഫർമേഷൻ നെറ്റ്വർക്കുകൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, അൽഗോരിതങ്ങൾ, ഇതൊക്കെ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന ഒരു ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ സിസ്റ്റമുണ്ട്. ഈ ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ സിസ്റ്റം നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന ഒരു യാഥാർത്ഥ്യം ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയത്തില്ല. അതേസമയത്ത് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണോ, ഈ ഇൻഫർമേഷൻ സിസ്റ്റത്തെ, ഈ ഇൻഫ്രാസ്ട്രക്ചറിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണോ, അവർ അദൃശ്യമായി മനുഷ്യൻ്റെ ചിന്തകളെ, സാമൂഹ്യ ബോധങ്ങളെ, മനുഷ്യൻ്റെ വിചാരങ്ങളെ, രാഷ്ട്രീയത്തെ, ജനാധിപത്യത്തെ, ഇതെല്ലാം വളരെ കാര്യമായി സ്വാധീനിക്കുന്നതാണെന്ന് കാണുന്നത്. അവർ ഇത് ഉപയോഗിച്ചുകൊണ്ട് സത്യത്തെ വളച്ചൊടിക്കുന്നു, സത്യത്തെ നിർമ്മിച്ചെടുക്കുന്നു, സത്യത്തെ ഹൈഡ് ചെയ്യുന്നു. ഇതുവഴി അവർ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അവർക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനനുസരിച്ച് മനുഷ്യനെ നിർമ്മിച്ചെടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയാണ്. ഇതാണ് നമ്മൾ സത്യാനന്തര കാലം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ സത്യാനന്തര കാലത്തിൽ വികാരങ്ങളിലൂടെ രാഷ്ട്രീയം പറയുന്നത്, ഒബ്ജക്റ്റിവിറ്റി ഇല്ലാതാകുന്നത്, സബ്ജക്റ്റിവിറ്റിയും ഇമോഷനുകളും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത്, ഇതെല്ലാം ഈ സത്യാനന്തര കാലത്തെ പ്രധാനപ്പെട്ട വസ്തുതകളാണ്. അപ്പം ഇവിടെ 2016 ശേഷം ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ സജീവമായി ഇൻ്റർനാഷണലി, നാഷണലി ആൻഡ് എല്ലാ ഇടങ്ങളിലും ചർച്ച ചെയ്തതാണ്. ഇത്തരത്തിലുള്ള ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ മാധ്യമ മേഖലയിൽ മാത്രമല്ല നമുക്ക് കാണാൻ കഴിയുന്നത്, രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക, വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകളിൽ കാണാം. പക്ഷേ ഇത് ജനാധിപത്യത്തെ തളർത്തുന്നതായിട്ട് നമ്മൾ കാണാം. ജനാധിപത്യത്തിൻ്റെ ഇടങ്ങളെ ചുരുക്കുന്നതായി കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വിഷയം ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. അപ്പം ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാധ്യമങ്ങളെന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ക്രിട്ടിക്കൽ ആക്ടേഴ്സാണ്. സാമ്പ്രദായികമായി നമ്മൾ മാധ്യമങ്ങളെ കാണുന്നത് സത്യത്തെ പുറത്തു കൊണ്ടുവരുന്ന, ജനങ്ങളെ എൻലൈറ്റൻഡ് ആക്കുന്ന, ജനങ്ങളുടെ പൊളിറ്റിക്കൽ എഡ്യൂക്കേഷനിൽ കാര്യമായ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വക്താക്കൾ എന്ന രീതിയിലാണ് മാധ്യമങ്ങളെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ സത്യാനന്തര കാലത്തിൽ മാധ്യമങ്ങൾ പ്രവർത്തിക്കുമ്പോൾ എത്രമാത്രം മുഖ്യധാരാ മാധ്യമങ്ങൾ സത്യത്തെ പുറത്തു കൊണ്ടുവരാൻ അവരുടെ ശ്രമത്തിനുള്ളിൽ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ സിസ്റ്റം എങ്ങനെയാണ് അവരെ കൺട്രോൾ ചെയ്യപ്പെടുന്നത് എന്നുള്ള ഒരു വലിയ ക്വസ്റ്റ്യനുണ്ട്. അപ്പോൾ മാധ്യമങ്ങൾ ഈ പോസ്റ്റ് ട്രൂത്തിൻ്റെ യന്ത്രങ്ങളായി മാറുന്നോ, അവരും ഇതിൻ്റെ ഒരു ഭാഗമായി മാറുന്നോ, അതോ അവർ ശരിക്കും സത്യത്തെ പുറത്തു കൊണ്ടുവരാൻ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളൊരു വലിയ ക്രിട്ടിക്കൽ ക്വസ്റ്റ്യനുണ്ട്. അതാണ് നമ്മളിന്ന് ഈ ചർച്ചയിലൂടെ ഇവിടെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ എന്താ പറയുക, പല തലങ്ങളും നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാധ്യമങ്ങൾ കേവലം
പൊളിറ്റിക്കൽ ഒരു പ്ലാറ്റ്ഫോം മാത്രമല്ല, ജനാധിപത്യത്തിൻ്റെ കാവലാളാണ്. അത്തരത്തിലുള്ളൊരു യാഥാർത്ഥ്യത്തിൽ, അത്തരത്തിലൊരു ഐഡിയലിസത്തിൽ, അത്തരത്തിലുള്ള ശരിയിൽ നിന്നുകൊണ്ട് നമുക്ക് സത്യാനന്തര കാലത്തെ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് ഇന്ന് ഇവിടെ ഈ ചർച്ച തുടങ്ങാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ ചർച്ച നിർത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എന്നാലും നമ്മുടെ ലിമിറ്റഡ് ടൈമിനുള്ളിൽ നിന്നുകൊണ്ട് പല മേഖലകളിൽ നിന്നിട്ടുള്ള പ്രശസ്തരായ 3 വ്യക്തികളെയാണ് നമുക്കിവിടെ ചർച്ചയിൽ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്താണ് ഈ സത്യാനന്തര കാലത്തെ മാധ്യമ പ്രവർത്തനം എന്നുള്ളതിനെക്കുറിച്ച് അവരെ നമുക്ക് കേൾക്കാം. അതിനുശേഷം നിങ്ങൾക്ക് അവരോടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പം ആദ്യമായി ദേശാഭിമാനിയിൽ പ്രവർത്തിച്ച് കാലങ്ങളായിട്ട് സജീവ മാധ്യമ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സർ PV ജിജോ സാറിനെ ഈ ചടങ്ങിൽ ഇതിനോട് സംവദിക്കാൻ, എന്താണ് സത്യാനന്തര കാലത്തെ മാധ്യമ പ്രവർത്തനം, സാറിന് ഇത്രയും കാലം കൊണ്ട് അതിനോട് എങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ളത്, അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ചർച്ചയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട ഗായത്രി മിസ്, അഞ്ജന, ദീപക്, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ആർട്സ് കോളേജ് ലിറ്റററി ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പുതിയ കാലത്തെ ഏറ്റവും സജീവമായിട്ടുള്ള ഒരു വിഷയം സത്യാനന്തര കാലവും മാധ്യമ പ്രവർത്തനവും എന്ന വിഷയമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഗായത്രി മിസ് സൂചിപ്പിച്ചതുപോലെ സത്യാനന്തര കാലം എന്ന് പറയുന്ന ഒരു ദർശനം അല്ലെങ്കിൽ ഒരു സംജ്ഞ, ഒരു വ്യവഹാരമായി മാധ്യമ സാമൂഹ്യ വിമർശനത്തിലേക്ക് കടന്നു വരുന്നത് 2016 2016 സ്റ്റീവ് ടെസ്റ്റിക് എന്ന് പറയുന്ന അമേരിക്കൻ സെർബിയൻ നാടക പ്രവർത്തകൻ പോസ്റ്റ് ട്രൂത്ത് എന്ന ഒരു പ്രയോഗം നടത്തുന്നു. എന്നാൽ അതിനും ഒരു വ്യാഴവട്ടക്കാലം മുമ്പ് പോസ്റ്റ് ട്രൂത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ വരുന്നുണ്ട്. 2004 റാൽഫ് കേസാണ് ഇത്തരമൊരു സാമൂഹ്യ മാധ്യമ പ്രയോഗം ആദ്യമായി നടത്തുന്നതെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോഴുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോഴുള്ള കാലം 2016 ഈ പ്രശ്നം ഏറ്റവും നിശ്ചിതമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. 2016 നമ്മൾ ഓർക്കണം, അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്ന ട്രംപിൻ്റെ ആദ്യത്തെ കാലമാണ്. ഇപ്പോഴും വീണ്ടും ട്രംപ് തമ്പുരാനായി നമ്മുടെ രാജ്യത്തെ അടക്കം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഈ വ്യവഹാരത്തെ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ഫെബ്രുവരി 13 നാളെ ക്യാമ്പസുകളെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദപ്രദമായിട്ടുള്ളൊരു ദിനമാണ്. ഈ അടുത്ത കാലത്ത് അത് കമ്പോളത്തിൻ്റെ ഒരു പ്രധാനമായി മാറുന്നുണ്ടെങ്കിലും പ്രണയ ദിനം എന്ന് പറയും. പ്രണയിക്കുന്ന ഒരു ദിനത്തിൻ്റെ തലേന്ന് നമ്മൾ ഇത്തരമൊരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, ഇന്നലെ ഇന്ത്യയിലെ 30 കോടി മനുഷ്യർ യാതൊരുവിധ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടിയല്ലാതെ പൊരുതി സമരവീതിയിലിറങ്ങിയൊരു ദിവസമാണ്. നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയാണ് ആ വിഷയത്തെ അഭിസംബോധന ചെയ്തിട്ടുള്ളത്? ലോകത്തെ ഏറ്റവും അരക്ഷിതനായ മനുഷ്യനായി തൊഴിലാളി മാറുന്ന ഒരു കാലത്ത് എല്ലാ പണിയെടുക്കുന്ന മനുഷ്യരും തോളോട് തോൾ ചേർന്നുകൊണ്ട് സമരമുഖത്തിറങ്ങിയതിനെ നമ്മുടെ മാധ്യമങ്ങൾ ഇന്നെങ്ങനെയാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൽ തന്നെ സത്യാനന്തര കാലത്തിൻ്റെ മാധ്യമ പ്രവർത്തനത്തിലേക്ക് പ്രവേശിക്കാമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളെല്ലാവരും ട്രോളായും സമൂഹ മാധ്യമങ്ങളിലും കണ്ടിട്ടുണ്ടാവാം, തലസ്ഥാനത്ത് വന്നിറങ്ങിയിട്ടുള്ള 2 വിദേശികളോട് നമ്മുടെ മാധ്യമ പ്രവർത്തകർ അന്വേഷിക്കുന്നത്. ഫ്രാൻസിൽ നിന്നും ജർമ്മനിയിൽ നിന്നും കേരളത്തിലെത്തിയ 2 ടൂറിസ്റ്റുകളോട് ചോദിക്കുന്നു, ഫ്രാൻസിൽ സമരമുണ്ടോ, ജർമ്മനിയിൽ പണിമുടക്കുണ്ടോ? നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ പൊതുബോധത്തെ അട്ടിമറിച്ചുകൊണ്ട്, സാമാന്യ ചിന്തയെ അട്ടിമറിച്ചുകൊണ്ട് അവർ പറയുന്നു ഫ്രാൻസിൽ നിരന്തരം പണിമുടക്കുകളുണ്ട്, ജർമ്മനിയിൽ നിരന്തരം സമരങ്ങളുണ്ട് എന്ന്. ഞാൻ പറഞ്ഞു വന്നത്, ഈ കാലത്ത് സത്യാനന്തരം എന്നുള്ളത് സത്യത്തിനെ അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുന്നില്ല. ഇത് ഈ 2016 2004 റാൽഫ് കേസ് നിരീക്ഷിച്ചതിന് ശേഷമോ ഉണ്ടായിട്ടില്ലാണെന്ന് പറയുമ്പം അതിനു മുമ്പെല്ലാം തന്നെ സത്യമായിരുന്നോ? മറ്റേതൊരു സത്യത്തിൻ്റെ യുഗവും ഇപ്പോൾ സത്യം ഇല്ലാത്തൊരു യുഗവുമാണ് എന്ന് ധരിക്കേണ്ടതുണ്ടോ? പുതിയ കാലത്ത് കോർപ്പറേറ്റുകൾ അരങ്ങുവാഴുന്ന, കോർപ്പറേറ്റുകൾ അടക്കി ഭരിക്കുന്ന നരേന്ദ്ര ദാമോദർദാസ് മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളി 70 വാർത്താ മാധ്യമങ്ങളെയാണ് അടക്കി ഭരിച്ചിട്ടുള്ളത്.
ഇങ്ങനെ 70 വാർത്താ മാധ്യമങ്ങളെ വിലക്ക് വാങ്ങിയിട്ടുള്ള ഒരു മാധ്യമകാലത്ത് സത്യത്തെ അന്വേഷിക്കുന്നത് ഇരുട്ടിൽ പൂച്ചയെ തപ്പുന്നത് പോലെയായിരിക്കും. കാരണം മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നവർക്ക് സത്യമല്ല, കച്ചവടമാണ്. മാധ്യമം, വാർത്ത എന്നുള്ളത് വിൽപ്പന ചരക്ക് പോലും അല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് സത്യത്തിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് കാര്യമില്ല. കാരണം യങ് ഇന്ത്യയും ഹരിജനും ദ ഒപ്പീനിയനും നടത്തിയിരുന്ന മഹാത്മാഗാന്ധി അല്ല ഇന്ന് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിലുള്ളത്. അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥയെ എതിർക്കാൻ തയ്യാറായിരുന്ന രാംനാഥ് ഗോയങ്ക എന്ന് പറയുന്ന ഒരു മുതലാളിയെ പോലും ഇന്ന് ഇന്ത്യൻ മാധ്യമ തമ്പുരാക്കന്മാരിൽ കാണാൻ കഴിയില്ല. അതുകൊണ്ട് സത്യം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഡയോജനിസ് എന്ന് പറയുന്ന ഗ്രീക്ക് തത്വചിന്തകൻ ഏഥൻസിൻ്റെ തെരുവിലൂടെ നട്ടുച്ചയ്ക്ക് ഒരു തീപ്പന്തവും കത്തിച്ചുകൊണ്ട് ഞാനൊരു മനുഷ്യനെ തേടുകയാണെന്ന് പറഞ്ഞു ഡയോജനിസ്. ഇന്ന് എവിടെയും ഡയോജനിസിനെ കാണില്ല, മാധ്യമപ്രവർത്തകരിലില്ല, സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകരിൽ എത്രമാത്രം ഡയോജനിസുമാരുണ്ട് എന്ന് കണ്ടെത്തേണ്ടി വരും. അങ്ങനെ ഡയോജനിസിനെ പോലെ നിങ്ങൾ തെരുവിലൂടെ എല്ലാ വഴികളിലൂടെയും ഓടിയാലും നിങ്ങൾക്ക് സത്യത്തെ മാത്രം കാണാൻ കഴിയില്ല. കാരണം വ്യാജ സത്യങ്ങൾ, അർദ്ധസത്യങ്ങൾ, അസത്യങ്ങൾ, നുണകൾ, പച്ച നുണകൾ, ഇതുമാത്രമാണ് മാധ്യമങ്ങൾ ഇതാക്കുന്നത്. സത്യാനന്തര കാലത്ത് ഇതിന് വൈകാരികത ചേർത്തുകൊണ്ട്, വ്യക്തിപരത ചേർത്തുകൊണ്ട്, യുക്തിയെയും വസ്തുനിഷ്ഠതയെയും പാടെ അകറ്റി നിർത്തിക്കൊണ്ട് വിറ്റഴിക്കാവുന്ന ഏറ്റവും നല്ല ചരക്കാക്കി മാറ്റുന്നു. അത് ദൃശ്യമാധ്യമങ്ങളുടെ, ഡിജിറ്റൽ മാധ്യമങ്ങളുടെ കടന്നുവരവോടുകൂടി വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഭാഷയിൽ പറയാം, ഞാനൊരു തന്ത വൈബാണെന്ന് പറയാം. കാരണം അച്ചടി മാധ്യമത്തിൻ്റെ യുഗത്തിൽ ജീവിക്കുന്ന 30 വർഷമായി പേന കൊണ്ട് അല്ലെങ്കിൽ അച്ചടി മാധ്യമത്തിൽ മാത്രം ജോലി ചെയ്യുന്ന ഒരു പത്രപ്രവർത്തകൻ രൂപത്തിൽ പറയാം. പക്ഷേ സത്യത്തിൻ്റെ മരണം സംഭവിക്കുകയല്ല ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സത്യത്തിനെ കൊല്ലുകയാണ്, സത്യത്തിനെ മാനഭംഗം ചെയ്യുകയാണ്, സത്യത്തിനെ വേട്ടയാടുകയാണ്. ഇവിടെ മാധ്യമങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല എന്നുള്ളതാണ്. നിങ്ങൾ തിരിച്ചറിയേണ്ടത് മാധ്യമങ്ങൾക്ക് ഉള്ളത് കൃത്യമായ രാഷ്ട്രീയമാണ്. അത് ജനവിരുദ്ധ രാഷ്ട്രീയമാണ്, തൊഴിലാളി വിരുദ്ധ രാഷ്ട്രീയമാണ്, മനുഷ്യത്വ വിരുദ്ധ രാഷ്ട്രീയം പോലുമാണ്. ഞാൻ ഈ അടുത്ത കാലത്തേക്ക് കടന്നു വരാൻ ചുരുക്കിക്കൊണ്ടുവരികയാണ്. വർത്തമാന കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഒരു ജനാധിപത്യ യുദ്ധത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. 2026 ഏപ്രിലോ മെയ്യിലോ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം വരികയാണ്. 2021 തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചത്, നിർമ്മിച്ചത് എന്നൊന്നും പറയുന്നില്ല. മാധ്യമങ്ങൾ കൊണ്ടുവന്ന വാർത്തകൾ എന്തായിരുന്നു? എങ്ങനെയൊക്കെയായിരുന്നു സ്വർണ്ണക്കടത്ത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ചയായത്? മാധ്യമങ്ങൾ കൊണ്ടുവന്ന വാർത്ത മാത്രമാണ്. ബിരിയാണി ചെമ്പിലൂടെ സ്വർണം കടത്തി, ഖുറാനിലൂടെ സ്വർണം കടത്തി, ഏതിലൂടെയൊക്കെ സ്വർണം കടത്താമെന്ന് നമ്മുടെ മാധ്യമങ്ങൾ, ഒരു പറ്റം മാധ്യമങ്ങൾ കൃത്യമായിട്ട് പറയാൻ കഴിയും. ഞങ്ങൾ അതിനെ എതിർ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. എനിക്കും എൻ്റെ മാധ്യമ പ്രവർത്തനത്തിനും തുറന്നു വെച്ച രാഷ്ട്രീയമുണ്ട്. മറച്ചു വെച്ച രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധികളാണ് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അവരത് അരാഷ്ട്രീയതയോ ജനവിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയമോ ആണ് കൈകാര്യം ചെയ്യുന്നത്. അരാഷ്ട്രീയതയിലും ജനവിരുദ്ധതയിലും നിങ്ങൾ സത്യത്തിനെ തേടുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇരുട്ടിൽ കരിമ്പൂച്ചയെ തപ്പുകയാണ്. ആദ്യഘട്ടം എന്നുള്ളതിൽ ഞാൻ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കൂടുതൽ കൂട്ടിച്ചേർക്കാം. നന്ദി സർ. വളരെ വ്യക്തമായി മാധ്യമങ്ങൾ എത്രമാത്രം സത്യരഹിതമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നുണ്ട്. അപ്പം ഈ വിഷയത്തോട് പ്രതികരിക്കാൻ അടുത്തതായി ശ്രീമതി അപർണ കാർത്തികയെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഞാൻ അപർണ കാർത്തിക. ഇപ്പോൾ ബിഗ് ടി വിയിലാണ് ജോലി ചെയ്യുന്നത്. സത്യാനന്തര കാലത്തെ മാധ്യമ പ്രവർത്തനം എന്ന് ഒരു ടാഗ് ലൈനോടുകൂടി നമ്മൾ സംസാരിക്കാനിരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ പറയേണ്ടരുതാത്തതുമായ കുറേ കാര്യങ്ങളുണ്ട്. ഈ അരുതാത്ത കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ് മാധ്യമധർമ്മം എന്ന് നമ്മൾ എവിടെയൊക്കെയോ പഠിച്ചു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർക്ക്, മാധ്യമ മുതലാളിമാർക്ക് ചില പ്രത്യേക അവകാശങ്ങളുണ്ട്, ചില പ്രത്യേക അധികാരങ്ങളുണ്ട് എന്നുള്ള സ്വയം ബോധത്തിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള അടിസ്ഥാനങ്ങളിൽ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം.
മറിച്ച് ഞാൻ ഈ ജനാധിപത്യ രാജ്യത്തിൽ വിശ്വസിക്കുന്ന ഒരു സാധാരണ പൗരനാണ് എന്നുള്ള പൂർണ്ണബോധത്തിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഈ ഒഴുക്കിനനുസരിച്ച് നീങ്ങുക മാത്രമാണ് നമ്മളും ചെയ്യുക. ഒഴുക്കിനെതിരായി നീങ്ങാനുള്ള ത്രാണിയൊന്നും എന്നെപ്പോലുള്ള പാവങ്ങൾക്കില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഞാനൊരു പക്ഷേ ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ച ആളെ പോലുള്ള കൃത്യമായ രാഷ്ട്രീയ, ധാർമ്മിക, നൈതിക ബോധങ്ങളൊന്നും തന്നെയുള്ള ഒരു വ്യക്തി ആയിക്കൊള്ളണമെന്നില്ല. ജോലി ചെയ്യുന്നു, പണം വാങ്ങുന്നു, അതിന് ജീവിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ രാഷ്ട്രീയം, എൻ്റെ ബോധ്യം. സത്യാനന്തരകാല മാധ്യമ പ്രവർത്തനത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയത് ഒരു പക്ഷേ 2013 ശേഷമായിരിക്കാം, കൃത്യമായി പറഞ്ഞാൽ 14 ശേഷം. അന്ന് എന്താണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചത് എന്ന് ഞാൻ കൃത്യമായി ഒന്നും പറയാതെ ഈ കൂട്ടത്തിലിരിക്കുന്ന ഓരോ ആളുകൾക്കും അറിയാം. അതിനുശേഷം ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയ മാറ്റം രാജ്യത്തുണ്ടായപ്പോൾ ആ മാറ്റത്തിനോട് പ്രത്യക്ഷത്തിൽ നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയാതെ വന്നൊരു വലിയ ജനവിഭാഗം ഇവിടെയുണ്ട്. അത് രാഷ്ട്രീയം കൊണ്ടായിരിക്കാം, ആദർശം കൊണ്ടായിരിക്കാം, ആശയം കൊണ്ടായിരിക്കാം, നൈതികത കൊണ്ടായിരിക്കാം, അതിലേതുമാകാം. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകത്ത് തന്നെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നൊരു കാര്യം ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയിലൂടെ ഭരണ സംവിധാനങ്ങളെ തീരുമാനിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ വന്നൊരു സർക്കാരിനെ പൊതുമധ്യത്തിൽ വിമർശിക്കപ്പെടുമ്പോൾ നമ്മളും കൂടി അതിൻ്റെ ഭാഗമാവുകയാണ് എന്ന് തിരിച്ചറിയാതെ പോകുന്നൊരു പ്രസ്തുത കൂടി ഇവിടെയുണ്ട്. അതിനർത്ഥം എല്ലാം മൂളിക്കേട്ട് എല്ലാത്തിനും റാൻമൂളി നിൽക്കണമെന്നല്ല. പക്ഷേ മാധ്യമ പ്രവർത്തകർക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ കാര്യങ്ങളെ നിരന്തരം വിമർശിക്കാൻ പറ്റും. സർക്കാരിനെ അനുകൂലിച്ച് പറയേണ്ട ആവശ്യം മാധ്യമങ്ങൾക്കില്ല. അതിന് സർക്കാരിൻ്റെ തന്നെ PR ഏജൻസികളുണ്ട്. ജോലി അവർക്ക് വൃത്തിയായും ഭംഗിയായും ഗംഭീരമായിട്ടും ചെയ്യാനറിയാം. അങ്ങനെ ചെയ്യാൻ അറിയുന്നവരെയാണ് അവർ PR ഏജൻസിക്ക് എടുക്കുന്നത്. ആ ജോലി മാധ്യമങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ് ഈ പറയുന്ന പോസ്റ്റ് ട്രൂത്തിനെ കുറിച്ച് നമ്മൾ വാതോരാതെ സംസാരിക്കേണ്ടി വരുന്നത്. നമ്മൾ എന്താണോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി, ആ ജോലി കുറച്ചുകൂടി ഭംഗിയായി, കുറച്ചുകൂടി ഷാർപ്പായി നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ അത് കൃത്യമായി തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഇവിടെ ഓരോ പക്ഷം പറയുമ്പോഴും നമ്മളിപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മുടെ രാഷ്ട്രീയം പറയുന്നത് 3 കക്ഷി രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കാറ് എപ്പോഴും. അതിൽ എന്തോ ചില കാര്യങ്ങൾ കൊണ്ട് ചില ആളുകളെ ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ഞാനിതൊരു കലാലയമാണ്. കലാലയത്തിൽ വിവിധ കാറ്റഗറിയിലുള്ള ആളുകളുണ്ട്, വിവിധ തലങ്ങളിലുള്ള ആദർശ രാഷ്ട്രീയങ്ങളുള്ള ആളുകളുണ്ട്. അവരാരെയും വേദനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാനതിൻ്റെ ഭാഗമാകാനും താല്പര്യപ്പെടുന്നില്ല. പക്ഷേ അങ്ങനെ ആകുമ്പോൾ പോലും ഇവിടെ രാഷ്ട്രീയം പറയാൻ ഒരാൾക്ക് അധികാരമുണ്ടെങ്കിൽ ആ വ്യക്തി ആരോ ആയിക്കൊള്ളട്ടെ, അയാളുടെ രാഷ്ട്രീയം പറയുന്നതിനെ രാഷ്ട്രീയത്തിലൂടെ എതിർക്കുകയാണ് വേണ്ടത്. അയാൾ നൈതികമായ ചില ചേരി പിടിക്കുമ്പോൾ ആ ചേരിയെ അവർ എതിർക്കേണ്ടത് ആ തരത്തിലായിരിക്കണം. മറിച്ച് ഇവിടെ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം രാഷ്ട്രീയം പറയാൻ അനുമതി ഉണ്ടാവുകയും മറുവിഭാഗത്തിന് അതിന് അനുമതി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ, അത് ഏറ്റവും ഖേദകരമാണ്. അതിനെയാണ് പരസ്യമായി വിമർശിക്കപ്പെടേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെത്രമാത്രം ലോജിക്കലി ശരിയാണ് എന്നുള്ളത്, ഞാൻ പൊളിറ്റിക്കലി അല്ല പറയുന്നത്, ലോജിക്കലി ശരിയാണ് എന്നുള്ളത് നമുക്കൊരു പക്ഷേ ഡിബേറ്റബിൾ ആയിരിക്കാം. നമ്മൾ കഴിഞ്ഞ ഒരു 30-35 വർഷക്കാലത്തെ മാധ്യമ ചരിത്രം പരിശോധിക്കുമ്പോൾ എല്ലാ കാലത്തും ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ തന്നെ ഇവിടെ മാധ്യമങ്ങൾ വിമർശന വിധേയരാണ്. സർക്കാരിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു. അത് അവരുടെ ഉത്തരവാദിത്തമാണ്, അവരുടെ ബോധമാണ് എന്നുള്ള തിരിച്ചറിവ് എല്ലാ കാലത്തും രാഷ്ട്രീയക്കാരേക്കാൾ ഉപരി മാധ്യമ പ്രവർത്തകർക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചു കാലങ്ങളായിട്ട് ഇത് രണ്ടും തമ്മിലുള്ളൊരു ചേരിതിരിവ് ഇല്ലാതെ വരുന്നൊരു വസ്തുതയുണ്ട്. രാഷ്ട്രീയക്കാർ മാധ്യമങ്ങളെ വിലക്കെടുത്തു എന്ന് ഇവിടെ തൊട്ടു മുമ്പേ സംസാരിച്ച ജിജോ പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു രാഷ്ട്രീയ ചായ്വുള്ള ആളുകൾ, അത് ഇടതുപക്ഷമാവട്ടെ വലതുപക്ഷമാവട്ടെ, വേറൊരു വിഭാഗമുണ്ട് നിഷ്പക്ഷരെന്ന് പറയുന്നത്. ഈ നിഷ്പക്ഷത എന്ന് പറയുന്നത് എപ്പോഴും ഭൂരിപക്ഷത്തിനൊപ്പം നിൽക്കുന്നവരാണ് നിഷ്പക്ഷരെന്നാണ് കുട്ടികൃഷ്ണ മാരാർ പറഞ്ഞിട്ടുള്ളത്. അത് സത്യം തന്നെയാണ്. നമ്മൾക്ക് എന്തിനെങ്കിലും എതിർത്ത് പറയാൻ ധൈര്യമില്ലാത്തപ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? ഞാൻ നിഷ്പക്ഷയാണ്, ഞാൻ നിഷ്പക്ഷനാണ്, നമ്മൾ നിഷ്പക്ഷരാണ് എന്ന് പറയുന്നത്. നമ്മളിൽ എത്ര പേർക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും എനിക്ക് രാഷ്ട്രീയമില്ല, ഞാനൊരു നിഷ്പക്ഷവാദിയാണ് എന്ന് പറയാൻ പറ്റും? അങ്ങനെ പറ്റുന്നവരൊന്നും ആരുമില്ല. അങ്ങനെ ആളുകൾ ഇല്ലാതാവുന്നൊരു കാലം, മാധ്യമങ്ങൾ ഇല്ലാതാവുന്നൊരു കാലം. നമുക്കൊക്കെ ഒരുപക്ഷെ ഈ സൂപ്പർ ഹീറോയിസം എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പോൾ ന്യൂഡൽഹിയിൽ മമ്മൂട്ടി ചെയ്തതുപോലൊരു വേഷം ചെയ്യാൻ
പത്രത്തിൽ മഞ്ജു വാര്യർ ചെയ്തതുപോലൊരു വേഷം ചെയ്യാനൊക്കെ താല്പര്യമുള്ള മാധ്യമപ്രവർത്തകർക്ക് തന്നെയാണ് ഞങ്ങൾ ഓരോരുത്തരും, നിങ്ങൾ ഓരോരുത്തരും. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം അങ്ങനെയാണോ? എഡിറ്റോറിയൽ ഈ ഒരു വാർത്ത എത്ര ലെയറുകൾ സംസാരിച്ചിട്ടാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ കാണുമ്പോൾ ഒരുപക്ഷെ മൈക്കെടുത്ത് ഞങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പറയുന്നത് മാത്രമേ കാണുന്നുണ്ടാവുള്ളായിരിക്കാം. പക്ഷേ ഇതിന് പിന്നിൽ നടക്കുന്ന ചർച്ചകൾ, ഈ ചർച്ചകൾക്ക് ശേഷം നടക്കുന്ന ചർച്ചകൾ, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, അതൊരു പക്ഷേ വാർത്താമുറി ക്ഷമിക്കണം, അത്തരം കാര്യങ്ങൾ വാർത്താമുറിക്ക് പുറത്തേക്ക് എത്തുമ്പോൾ മാത്രമാണ് പുറം ലോകം അറിയുന്നത്. അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളും അതിനകത്തുള്ള ആളുകളുടെ ജീവിതവും അവരുടെ അഭിപ്രായങ്ങളും കൂടി ചേരുമ്പോഴാണ് ആ വാർത്ത പൂർണ്ണമാകുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ സത്യാനന്തര കാലത്തെ വാർത്തകളെക്കുറിച്ച് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ച് പോകുന്നതിനേക്കാൾ ഉപരി ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചാൽ കുറച്ചുകൂടി സ്മൂത്തായിട്ട് നമുക്ക് പോകാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനെ രാഷ്ട്രീയം മറികടന്നുകൊണ്ടോ രാഷ്ട്രീയത്തിനെ മാറ്റി നിർത്തിക്കൊണ്ടോ നമുക്ക് ഇത്തരത്തിലൊരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ നിന്നുകൊണ്ടുകൂടിയാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും അവരവരുടെ രാഷ്ട്രീയം പറയാനുള്ള അനുമതിയുണ്ട്, അവരവരുടെ രാഷ്ട്രീയത്തിൽ ഊന്നി നിന്ന് പ്രവർത്തിക്കാനുള്ള അനുമതിയുണ്ട്. ഈ രാജ്യത്ത് നിരോധിതമല്ലാത്ത ഏതൊരു സംഘടനയിലും പ്രവർത്തിക്കാൻ പ്രത്യക്ഷത്തിൽ അനുമതിയുണ്ടെങ്കിൽ ആ അനുമതിയെ പരസ്പരം ബഹുമാനിക്കാനും അംഗീകരിക്കാനും രാഷ്ട്രീയമായി നേരിടാനും നമ്മൾ തയ്യാറാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി സുഗമമാവും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഭരണ സംവിധാനങ്ങളെയും നമ്മുടെ ചുറ്റുമുള്ള സംവിധാനങ്ങളെയും ജനകീയ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുന്ന ഒരു വലിയൊരു മൂവ്മെൻറ്റ് ഈയിടെ നടക്കുന്നുണ്ട്. നമ്മൾ അത് കാണാതെ അതിനപ്പുറത്തുള്ള ചില സ്വയംഭൂരിമകളിലേക്ക് മാത്രം തിരിയുമ്പോഴാണ് ഇത്തരം ചർച്ചകൾ കൂടുതൽ കലുഷിതമാകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. വ്യക്തിപരമായുള്ള അഭിപ്രായം മാത്രമാണ്. ഒരിക്കലും ഇത് ഈ പോസ്റ്റ് ട്രൂത്ത് ഇറയെ ഞാൻ ചെറുതാക്കി കാണുന്നില്ല. പക്ഷേ ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് നീങ്ങണം എന്നുള്ള ഒരു ആശയം അത് മാത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ഈ ടേണിൽ സംസാരിച്ച് നിർത്തുന്നത്. നന്ദി. വളരെ വിശദമായിട്ട് മാധ്യമപ്രവർത്തകരുടെ ധർമ്മസങ്കടങ്ങളെക്കുറിച്ചും ആകുലതകളെക്കുറിച്ചും വ്യക്തമാക്കി. അപ്പോൾ അടുത്തതായി നമ്മളോട് ഈ വിഷയത്തിൽ സംവദിക്കാൻ 24 ന്യൂസിലെ ദീപക് ധർമ്മടം എത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നതാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, സദസ്സിൽ MA ജോൺസൺ ഉൾപ്പെടെയുള്ള പ്രമുഖരുണ്ട്. മോഡറേറ്റർ എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ PV ജിജോ, അപർണ കാർത്തിക. രണ്ടുപേരും രണ്ട് എക്സ്ട്രീം കൃത്യമായി നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചു. സത്യാനന്തര കാലത്തെ മാധ്യമപ്രവർത്തനത്തിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് കൃത്യമായി ജിജോ പറഞ്ഞു. എന്നാൽ അതേ സമയത്ത് എന്താണ് അതിൻ്റെ മാധ്യമ മേഖലയ്ക്കകത്തെ പ്രശ്നം എന്നുള്ളതും അപർണയും പറഞ്ഞു കഴിഞ്ഞു. ഇത് രണ്ടിനും ഇടയിൽ കിടക്കുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. ജിജോ പറഞ്ഞു, 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സർക്കാരിനെതിരെ നടന്ന വളഞ്ഞിട്ടാക്രമണത്തിൻ്റെ മാധ്യമ രൂപത്തെക്കുറിച്ച് 100% വസ്തുതാപരമായി ശരിയായ കാര്യമാണ് ജിജോ പങ്കുവച്ചത്. ഒന്നാം പേജിൽ പത്രങ്ങളുടെ കണക്ക് വെച്ചാൽ 4 കോളത്തിൽ 25 50 സെൻറ്റിമീറ്റർ അടിയിൽ എത്ര സ്പേസ് ആയിരുന്നു പത്രങ്ങൾ അന്നത്തെ സർക്കാരിനെതിരെ മാറ്റിവെച്ചത് എന്നുള്ളത് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സിംഹഭാഗവും സ്വർണ്ണക്കടത്ത്, ചെമ്പിലെ കടത്ത്, ഈത്തപ്പഴത്തിലെ കടത്ത് ഒക്കെയായിരുന്നു. ഇനി ചാനലുകളിലേക്ക് വന്നാൽ ബ്രേക്കിൻ്റെ പരസ്യത്തിൻ്റെ സമയം കഴിച്ച് ഒരു അരമണിക്കൂർ ബുള്ളറ്റിനിലെ 23 മിനിറ്റിൽ
കൃത്യമായി പറഞ്ഞാൽ 10 മിനിറ്റിലേറെ ചില ബുള്ളറ്റിനിൽ പാടെ പൂർണ്ണമായി വണ്ടിയുടെ പിന്നാലെ പോകുന്നു, ശിവശങ്കറിന് പിന്നാലെ പോകുന്നു, സ്വപ്നയ്ക്ക് പിന്നാലെ പോകുന്നു. ഇതായിരുന്നു ആ തെരഞ്ഞെടുപ്പ് കാലത്തെ വാർത്ത. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴുണ്ടായ നെറ്റ് റിസൾട്ട് എന്തായിരുന്നു? 99 സീറ്റോടുകൂടി ആരെയാണോ ആക്രമിച്ചത്, ആരെയാണോ ഈ മാധ്യമ വിചാരണയും വേട്ടാടലും നടത്തിയത്, ആ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഭരണ തുടർച്ച എന്ന കേരള രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഭരണപരമായ ചരിത്രത്തിലെ ഒരു പുതിയ ചരിത്രമുണ്ടാക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെയാണ് സത്യാനന്തര കാലത്തെ സാമൂഹിക ഇടപെടലിൻ്റെ വിജയം. ഞാനൊരു രാഷ്ട്രീയ കക്ഷിയുടെയും താല്പര്യത്തിനല്ല, കൃത്യമായി നിങ്ങളുടെ മുൻപിൽ വന്ന വസ്തുതയും കണക്കുകളും വാർത്തയുടെ സമയവും സ്പേസും മാത്രം വെച്ചാണ് ഇത് പറയുന്നത്. ആ തെരഞ്ഞെടുപ്പ് കാലത്തെ എഡിറ്റോറിയൽ പേജുകൾ പരിശോധിച്ചാൽ ദേശാഭിമാനിയെ നമുക്ക് മാറ്റി നിർത്താം. ദേശാഭിമാനി പച്ചയായി രാഷ്ട്രീയമുള്ള CPIMൻ്റെ മുഖപത്രമാണ്. അല്ലാതെ രാഷ്ട്രീയമില്ലെന്ന് പറയുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെ, നിഷ്പക്ഷർ എന്ന് പറയുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെ, ഞാനും അപർണയുമൊക്കെ ജോലി ചെയ്യുന്ന ചാനലുകൾ ഉൾപ്പെടെ എഡിറ്റോറിയൽ കണ്ടൻറ്റ്, ഒരു ചാനലിൻ്റെ ആശയപരമായ നിലപാടുകൾ വ്യക്തമാക്കുന്ന സ്പേസ് അല്ലെങ്കിൽ എയർ ടൈം എത്രമാത്രം ഉപയോഗിച്ചിരുന്നു എന്നുള്ളതൊന്ന് കണക്ക് വെച്ചാൽ പഴയ ഒരു പരസ്യവാചകം പോലെ പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്നതാണ് സത്യം. ഇവിടെയാണ് സത്യാനന്തര കാലത്ത് മാധ്യമങ്ങളുടെ വിശ്വാസ്യത ഇല്ലാതാകുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഇപ്പോൾ മാധ്യമ സെമിനാറുകളിൽ സംസാരിക്കാൻ. ഇപ്പോൾ കുറച്ച് കാലമായി മാധ്യമ സെമിനാറുകളുടെ കാലമാണ്. എനിക്ക് തോന്നുന്നൊരു പണ്ട് CPIMൻ്റെ വിവാദമായ മലപ്പുറം സമ്മേളനം കഴിഞ്ഞുള്ള കാലത്ത് കുറേ കാലം മാധ്യമ സെമിനാറുകളുടെ കാലമായിരുന്നു. അതിനുശേഷമുള്ളൊരു വേലിയേറ്റം ഇപ്പോഴാണ്. അന്ന് പ്രതിരോധ രാഷ്ട്രീയം കൃത്യമായി പറയാൻ വേണ്ടിയായിരുന്നു സെമിനാർ. എന്നാൽ ഇപ്പോൾ പറയുന്നത് മാധ്യമങ്ങളുടെ വിശ്വാസ്യത തകരുന്നതിൻ്റെ രാഷ്ട്രീയമാണ് എന്ന് സത്യസന്ധമായി ഇതിനെ നിരീക്ഷിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ, ഒരു മാധ്യമപ്രവർത്തകരെ പരിശീലിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളുടെ മുമ്പ് പറയാം. അപ്പം മാധ്യമങ്ങൾ ആരെ വേട്ടയാടുന്നോ അവർക്ക് ജനപിന്തുണ ഏറുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. അവിടെയാണ് സത്യാനന്തര മാധ്യമപ്രവർത്തനം എന്നുള്ളതിൽ സത്യാനന്തര കാലത്തെ സാമൂഹിക ഇടപെടൽ മാധ്യമരംഗത്തിൻ്റെ വിശ്വാസ്യത ഇല്ലാതാക്കി എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തൊരു കാര്യം, ഈ ആക്രമണങ്ങളൊക്കെ കഴിയുമ്പോൾ ഇവരുടെ വിജയം പഴയതിനേക്കാൾ തിളക്കമാർന്നതാവുകയാണ്. സീറ്റുകളുടെ എണ്ണം കുറയല്ല ചെയ്യുന്നത്, കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എവിടെയാണ് മാധ്യമങ്ങൾക്ക് പിഴയ്ക്കുന്നത് എന്ന് ഒരു സ്വയം വിമർശനപരമായ ചർച്ചയാണ് ഈ ഘട്ടത്തിൽ ഉണ്ടാകേണ്ടത്. മറ്റൊരു കാര്യം, ഇപ്പം സത്യാനന്തര കാലത്തെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എല്ലാവരും മാധ്യമങ്ങളായി മാറിയ ഒരു കാലം കൂടിയാണിത് എന്നുള്ളതാണ്. ഞാൻ ഇന്ന് ഇവിടേക്ക് വരുന്നതിന് മുൻപ് കണ്ടത് പ്രഭാവതി അമ്മ എന്ന് പറയുന്ന 73 വയസ്സുകാരിയാണ്. മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ പണ്ട് പങ്കെടുത്ത ഒരു ഹോസ്റ്റൽ വാർഡനായ ഒരു അമ്മ. ആ അമ്മയുടെ വീട്ടിൽ രാവിലെ ഞാൻ പോയിരുന്നു. രാവിലെ ഞങ്ങളുടെ മോർണിംഗ് ഷോ ഗസ്റ്റായിരുന്നു. ഞാൻ എൻ്റെ കാശ് കൊടുത്ത് വാങ്ങിച്ച ഒരു പൊന്നാടെ ആ അമ്മയെ അണിയിച്ചിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. സാധാരണഗതിയിൽ പ്രതിരോധ രാഷ്ട്രീയം ഓരോ വ്യക്തിയിൽ നിന്നാണ് തുടങ്ങേണ്ടത്. തെറ്റിനെതിരായ പ്രതികരണം ഓരോ വ്യക്തിയിൽ നിന്നാണ് ഉണ്ടാകേണ്ടത് എന്ന് ഒരു മാധ്യമ രൂപമായി ഒരു വ്യക്തി കാണിച്ചു തരികയും മറ്റൊരു വ്യക്തി സ്വന്തം മാധ്യമത്തിലൂടെ, സ്വന്തം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ട് ഇന്ന് കേരളത്തിലെ എല്ലാ ചാനലുകളുടെയും പ്രൈം ടൈം മോർണിംഗ് ഷോയിലെ പ്രധാന കണ്ടൻറ്റ് ഈ പ്രഭാവതി അമ്മയാണ്. ഇതൊരു മാധ്യമപ്രവർത്തകൻ കണ്ടെത്തിയതല്ല. സത്യാനന്തര കാലത്തെ എല്ലാവരും മാധ്യമപ്രവർത്തകരാകുന്ന മാധ്യമത്തിലെ ഒരു സാധാരണ മനുഷ്യൻ, അദ്ദേഹം ഇന്നലെയും ഞങ്ങളുടെ ലൈവിലുണ്ടായിരുന്നു, ഒരാൾ കണ്ടെത്തിയതാണ്. ഈ പറയുന്ന മിനി ബൈപ്പാസിലെ വാക്ക് വേയിലൂടെ അല്ലെങ്കിൽ ഫുട്പാത്തിലൂടെ ബൈക്കുകൾ
ചീറിപ്പാഞ്ഞു പോകുന്നത് അപർണ കാർത്തിക പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ജിജോ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ദീപക് ധർമ്മടം പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ടീച്ചറും കണ്ടിട്ടുണ്ടാവും. നമ്മൾ ആരും പ്രതികരിക്കാത്ത രീതിയിൽ ഒരു 73 വയസ്സുകാരിയായ അമ്മ പ്രതികരിച്ചപ്പോൾ അതുപോലെ ഒരു പ്രതിരോധ രാഷ്ട്രീയം താല്പര്യമുള്ള ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാൾ റീലായി അത് ഉപയോഗിച്ചപ്പോൾ ഉണ്ടായ മാറ്റം ഇത്തരത്തിലുള്ളവരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഗതാഗത മന്ത്രി പറയുന്നിടത്ത്, അല്ലെങ്കിൽ മുഴുവൻ മാധ്യമങ്ങൾ പറയുന്നിടത്താണ് നിൽക്കുന്നത്. ഇതിന് രണ്ടിനും ഇടയിലാണ് സത്യാനന്തര കാലത്തെ മാധ്യമപ്രവർത്തനം. ഒരു ഭാഗത്ത് കടന്നാക്രമണങ്ങളുടെ അജണ്ടകൾ വെച്ചുകൊണ്ടുള്ള, എന്നാൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ലെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആക്രമണം ഒരു ഭാഗത്ത് നടക്കും. ആ ആക്രമണങ്ങളെല്ലാം രാഷ്ട്രീയമില്ലെന്ന് പറയുമ്പോഴും കൃത്യമായി രാഷ്ട്രീയ ഗുണഭോക്താക്കൾ ഇത്തരം വേട്ടയാടലുകൾക്ക് ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ആ ഗുണഭോക്താക്കൾക്ക് ഗുണമുണ്ടായില്ല എന്നുള്ളത് തിരഞ്ഞെടുപ്പ് ഫലം കണ്ടു. ഞാൻ പറഞ്ഞ എ ഓർ ബി, ഏത് മുന്നണി എന്നുള്ളതല്ല. അപ്പം മാധ്യമങ്ങളുടെ വിശ്വാസ്യത അവിടെ തകർക്കപ്പെടുന്നു. രണ്ടാമത്തെ കാര്യം, മാധ്യമങ്ങൾ ചെയ്യേണ്ട സാമൂഹിക ഇടപെടൽ ഒരു 73-കാരി നമുക്ക് മുൻപിൽ മാതൃകയായി കാണിച്ചു തരികയാണ്. ഇത് ഇന്നലെ ഈ കോഴിക്കോട് നഗരത്തിനുണ്ടായ വാർത്തയാണ്. ഞാൻ ഇന്നലെ വൈകിട്ട് കേരളത്തിലൊരു പ്രമുഖ വ്യവസായി ഡോക്ടർ ബി രവി പിള്ളയെ കണ്ടിരുന്നു. സൗഹൃദമുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം അടുത്തിരുത്തി കുറച്ചു നേരം സംസാരിച്ചു. സംസാരം തുടങ്ങിയത് തന്നെ അദ്ദേഹം എന്താ അറിയോ, ഈ മാധ്യമങ്ങളുടെ വേട്ടയാടലുകൾ കുറക്കണം എന്ന് പറഞ്ഞിട്ടാണ്. ഞാനിപ്പോൾ 3 സംഭവങ്ങളാണ് പറഞ്ഞു. ഒന്ന്, PV ജിജോ അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ പറഞ്ഞ കഴിഞ്ഞ ആക്രമണത്തെക്കുറിച്ച്. രണ്ടാമത്തത്, അതിനുണ്ടാകുന്ന ഒരു സാമൂഹ്യ ബദലിനെക്കുറിച്ച്. ഇതിനെല്ലാം നിരീക്ഷിക്കുന്ന ഒരു പ്രവാസി പറയുന്നത് മാധ്യമങ്ങളുടെ വേട്ടയാടലുകൾ അവസാനിപ്പിക്കണം. കേരളത്തിൽ വന്നുപോയ നിരവധി വേട്ടയാടലുകളുടെ എണ്ണം നിങ്ങൾ നോക്കിയാൽ മതി. ഈ വേട്ടയാടലുകളുടെയൊക്കെ അവസാനം എവിടെയാണ് ഉണ്ടായത്? എവിടെ പോയി ചെമ്പ്? എവിടെ പോയി ഖുർആൻ? ഇത് ഈ പറഞ്ഞ മാധ്യമങ്ങൾക്കൊരു ഉത്തരവാദിത്തം വേണ്ടേ? ഇതിൻ്റെ പിന്നാലെ പോകണ്ടേ? ഞാൻ ഏറ്റവും സങ്കീർണമായ ഘട്ടത്തിൽ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇൻ്റർവ്യൂ ചെയ്ത മാധ്യമപ്രവർത്തനം. ഞാൻ ചെറുതുരുത്തി വെച്ചാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യ അവസ്ഥ, കേന്ദ്ര ഏജൻസികൾ, ED, കസ്റ്റംസ്, NIA ഉള്ള എല്ലാ ഏജൻസികളും കേരളത്തിൽ സ്പെഷ്യൽ യൂണിറ്റ് ഇട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സമയം. ഞാൻ ആദ്യത്തെ ഇൻ്റർവ്യൂയുടെ ആദ്യ ചോദ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഇതായിരുന്നു: സർക്കാർ പ്രതിസന്ധിയിലല്ലേ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ? അദ്ദേഹത്തിൻ്റെ പതിവ് കോൺഫിഡൻസിൽ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതായിരുന്നു: പ്രതിസന്ധി ഉണ്ട് എന്ന് തോന്നിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ചിലർ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. ഇത് പോളിങ്ങിലേക്ക് പോകുന്നതിൻ്റെ 1 മാസം മുൻപാണ് പറയുന്നത്. വിധി വന്ന ദിവസം പിണറായിയിലെ മുഖ്യമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിൽ, അന്ന് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം ഉള്ളതുകൊണ്ട് ഞാനുണ്ട്, അന്നൊരു ചിരിദിനമായിരുന്നു, ലോക ചിരിദിനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ എന്തായിരിക്കും ആദ്യം പറയുക? കോവിഡ് ആയിരിക്കുമോ, വിജയമായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ചർച്ച നടത്തുകയാണ്. ജിജോനെയും എന്നെയും പോലുള്ള മാധ്യമപ്രവർത്തകരും അപർണയും ഒക്കെ ഇങ്ങനെ ചർച്ച നടത്തുക. കൈരളി പോലും അന്ന് ചർച്ച ചെയ്യുകയാണ്, മുഖ്യമന്ത്രി ഇന്ന് എന്തായിരിക്കും തുടങ്ങുക. മുഖ്യമന്ത്രി അന്ന് തുടങ്ങിയത്, ഇന്ന് ലോക ചിരിദിനമാണ്, മലയാളിക്ക് നന്നായി ചിരിക്കാൻ പറ്റിയ ദിനമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ചിരികൾ സാധാരണ മനുഷ്യർ ഇവിടെ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന അന്തരീക്ഷത്തിൻ്റെ, അല്ലെങ്കിൽ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു പൊതുബോധ നിർമ്മിതിക്കപ്പുറത്തേക്ക് വിജയിപ്പിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഒരുപക്ഷെ സത്യാനന്തര കാലത്തെ മാധ്യമപ്രവർത്തനം, അല്ലെങ്കിൽ ഞാൻ അതിനെ കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്യുകയാണ്, സത്യാനന്തര കാലത്തെ സാമൂഹിക ഇടപെടലിൽ മാധ്യമങ്ങളുടെ വിശ്വാസ്യത ചോരുകയും എന്നാൽ അതേ സമയത്ത് സമാന്തരമായി വരുന്ന ജനകീയ വ്യക്തിഗതമായ ഇടപെടലുകൾ വിജയിക്കുകയും ചെയ്യുകയാണ് എന്നുള്ളതാണ്. ഇതാണ് ആദ്യഘട്ടത്തിൽ എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പോൾ കൃത്യമായിട്ട് 3 മാധ്യമപ്രവർത്തകരും അവരുടെ വാദങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് സവിശേഷമായി എനിക്ക് തോന്നിയത് ദീപക് ധർമ്മടം പറഞ്ഞൊരു കാര്യമാണ്. പ്രത്യേകിച്ചും ഒരു ക്രിട്ടിക്കൽ ഇൻസൈഡർ എന്ന നിലയിൽ മാധ്യമപ്രവർത്തകർക്ക് എത്രമാത്രം ക്രെഡിബിലിറ്റി ഡെഫിസിറ്റ് ഉണ്ടാവുന്നെന്നും ആ മാധ്യമപ്രവർത്തകർക്ക് ഇല്ലാത്ത വിശ്വാസ്യത, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ സാമൂഹ്യ ഇടപെടലുകൾ വഴി അല്ലെങ്കിൽ അതിലെ ശരികൾ സമാന്തരമായി മാധ്യമപ്രവർത്തനം നടത്തുന്നു. അതായത് ഡിജിറ്റൽ യുഗത്തിൽ എല്ലാവരും തന്നെ മാധ്യമപ്രവർത്തകരാണ്. അപ്പോൾ അതിൻ്റെ വിശ്വാസ്യതയും സാമൂഹ്യ ഇടപെടലും
കൂടുതൽ വിശ്വാസ്യത ഉണ്ടാക്കുകയും അതേസമയത്ത് മാധ്യമപ്രവർത്തനം വിശ്വാസ്യത ഇല്ലാതായി തീരുകയും ചെയ്യുന്ന ഒരു ക്രിട്ടിക്കൽ ഇൻസൈഡറുടെ ഒരു വ്യൂ പോയിന്റിലാണ് ദീപക് നിർത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമുക്ക് സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു 2ാം റൗണ്ടിന് പോകണമോ അതോ കാണികളുടെ ചോദ്യത്തിലേക്ക് പോകാം എന്നാണ് ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാം. അതെ, ജനാധിപത്യ രീതിയിൽ ഇവിടെ എല്ലാവരും യങ് ജനറേഷനും ഓൾഡ് ജനറേഷനും എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഈ 3 പേരും പങ്കുവെച്ച ആശയങ്ങളുടെ മേൽ സദസ്സിലിരിക്കുന്നവരുടെ റെസ്പോൺസ് പങ്കുവയ്ക്കാം. എൻ്റെ പേര് അഭിരാം, ഞാൻ ക്രിസ്ത്യൻ കോളേജിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത് ദീപകേടനോടാണ്. കാരണം ഇവിടെ പറഞ്ഞു കൃത്യമായ രാഷ്ട്രീയം എല്ലാ മാധ്യമങ്ങളും കാണിക്കുന്നുണ്ട് ഇല്ല എന്ന് കൈരളി ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ. കാരണം ഞാനിപ്പം 24 കാണുന്ന ഒരാളാണ്, റിപ്പോർട്ടർ കാണുന്ന ഒരാളാണ്, ഏഷ്യാനെറ്റ് ന്യൂസ് കാണുന്ന ഒരാളാണ്. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ജനങ്ങളെ വിശ്വസിപ്പിച്ചതിനെക്കാട്ടും കൂടുതൽ റേറ്റിംഗ്, ആ വ്യാഴാഴ്ച ദിവസം വരുന്ന റേറ്റിംഗ് എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ റിപ്പോർട്ടർ ആണെങ്കിലും 24 ആണെങ്കിലും ഏറ്റവും കൂടുതൽ റേറ്റിംഗിൽ ഇന്ന് 1ാം സ്ഥാനം റിപ്പോർട്ടർ അല്ലെങ്കിൽ 24 എന്നൊരു പറച്ചിൽ അതില്ല എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഒരു റേറ്റിംഗ് മാത്രം കാണിച്ചുകൊണ്ടാണോ ഒരു മാധ്യമ സ്ഥാപനം അവരുടെ വിശ്വാസം കയ്യിലെടുക്കേണ്ടത്? അതേപോലെ തന്നെ വേറൊരു ചോദ്യം, ഈ രാഷ്ട്രീയം നമ്മൾ പറയും, പക്ഷേ അതിനകത്തൊരു അടച്ച് വെച്ച് സത്യത്തിനെ അടച്ച് വെച്ച് മറ്റു കാര്യങ്ങളിലേക്ക് കൂടുതലായി പോകുന്നു. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വയനാട് നമ്മൾ ചൂരൽമല, ഞാൻ വയനാട്ടുകാരനാണ്, എൻ്റെ വീട് പുൽപ്പള്ളിയാണ്, ഏറ്റവും കൂടുതൽ വന്യമൃഗശല്യമുള്ള സ്ഥലമൊക്കെയാണ്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു കൽപ്പറ്റ ചൂരൽമല മുണ്ടേക്കൈ, ഇപ്പം നമ്മൾ കോൺഗ്രസ്സുകാരുടെ പിരിവിനെ പറ്റിയും അതും ഇതൊക്കെ പറഞ്ഞു. എന്തുകൊണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ടൊരു കാര്യമാണ്, അവിടുത്തെ BJP നേതാവ് അവിടെ വന്നു, ഞങ്ങൾ തന്ന പൈസയാണ് ഇത് ഇവിടെ കെട്ടിപ്പൊങ്ങുന്നതെന്ന് പറയുന്നു. ഇങ്ങനത്തെ നുണപ്രചരണങ്ങൾ അതിനെ മോൾഡ് ചെയ്യാൻ കുറേ മാധ്യമങ്ങൾ, അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? വളരെ നല്ല ബ്രില്യൻറ്റ് ക്വസ്റ്റ്യനാണ്. ആദ്യം തന്നെ ആ ചോദ്യകർത്താവിന് ഒരു അഭിനന്ദനം നൽകേണ്ടതാണ്. ആദ്യത്തെ കാര്യം, ഈ ടെലിവിഷൻ റേറ്റിംഗ് എന്ന് പറഞ്ഞ സംവിധാനത്തിന് തന്നെ വിശ്വാസ്യതയില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം സംസ്ഥാന പോലീസ് മേധാവി കേസ് റിവ്യൂ ചെയ്ത് കൊച്ചി സിറ്റി പോലീസ് മുംബൈയിലേക്ക് പോയി. മുംബൈയിൽ ഇപ്പോൾ ഈ റേറ്റിംഗ് ഉണ്ടാക്കുന്ന ബാർക്ക് എന്ന ഏജൻസിയിൽ പോയി. ഏജൻസിയിൽ സ്വകാര്യ ചാനലുകാരിൽ നിന്നും പണം വാങ്ങിച്ച ബാർക്കിലെ ഒരു ഇടത്തട്ട് പണിയെടുക്കുന്ന ഒരു മാനേജർ, സീനിയർ മാനേജർ, അയാളുടെ പേര് പ്രേംനാഥ് എന്നാണ്, അയാളുടെ ഫോൺ സീസ് ചെയ്തു. ഇത് നമ്മുടെ ടെലിവിഷൻ റേറ്റിങ്ങിന് വിശ്വാസ്യതയില്ല എന്നുള്ള കേരളത്തിൻ്റെ പോലീസ്, നമ്മുടെ പോലീസ് പോയിട്ട് മുംബൈയിൽ നിന്ന് കണ്ടെത്തിയ വിവരങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ റേറ്റിംഗ് എന്ന് പറയുന്നതിൽ ഞാൻ കഴിഞ്ഞ ദിവസം JDT കോളേജിൻ്റെ ലിറ്റററി ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇതേ ചോദ്യം ഏതാണ്ട് സമാന സ്വഭാവത്തിൽ വന്നപ്പോൾ പറഞ്ഞ ഉത്തരമാണ് അങ്ങോട്ട് പറയാനുള്ളത്. കവി കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ 2 വരി മാത്രമാണ് ഇതിനുള്ള ഉത്തരം. ഉണ്ണുന്നോൻ നന്നായാലേ വെക്കുന്നോൻ നന്നാകൂ, വാങ്ങുന്നോൻ നന്നായാലേ വിൽക്കുന്നോൻ നന്നാകൂ. നിങ്ങൾ നോ പറഞ്ഞാൽ ഒരു സംശയവുമില്ല, ഒരു ചാനൽ മുതലാളിയും വിളമ്പില്ല ഇത്തരം അസത്യങ്ങൾ. പ്രേക്ഷകർ തീരുമാനിക്കും എനിക്കിത് വേണ്ട എന്ന്. പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ? ഈ പ്രേക്ഷകർ അത് തീരുമാനിക്കുന്നില്ല എന്നുള്ളതാണ്. മിക്കവാറും രാത്രി 10:30 മണിക്ക് എല്ലാ ചാനലുകളിലും പോകുന്ന സെയിം പ്രോഗ്രാമാണ്. ഞങ്ങളതിൽ പേര് ഒന്നായിരിക്കും, അപർണയുടെ ചാനലിൽ ഒന്നായിരിക്കും, അത് കഴിഞ്ഞ് അവിടെ പ്രജിത്ത് പുറത്തുണ്ട്, മാതൃഭൂമിയുടെ പ്രജിത്തിൻ്റെ ചാനൽ വേറൊന്നായിരിക്കും. ഇങ്ങനെ ഓരോ ചാനലിലും ഓരോ പേരിലായിരിക്കും ഉണ്ടാവുക. പക്ഷെ പോകുന്നത് ക്രൈം ന്യൂസാണ്. മക്കളെയും ഉറക്കി കിടത്തിയിട്ട് അച്ഛനും അമ്മയും കാണുന്നത് ഭാര്യയെ ഭർത്താവ് കൊന്നതും ഭർത്താവിനെ ഭാര്യ കൊന്നതും കാമുകനെ ഓടിച്ചതും കണ്ട് രസിക്കാൻ മലയാളി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള സ്ലോട്ട്. അതാണ് നമ്മുടെ മോർണിംഗ് ഷോ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ളത് SKN ഷോ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ റേറ്റിംഗ് ഉള്ളത് ഈ ക്രൈം ന്യൂസിനാണ്. അപ്പോൾ ഇത് കാണാൻ പ്രേക്ഷകരുണ്ടാകുമ്പോൾ വിളമ്പാൻ ചാനലുകാർ നിർബന്ധിതരാകും. അപ്പോൾ ഇതിൽ നിങ്ങൾ യുവാക്കൾ എന്നുള്ള നിലയിൽ, നവോത്ഥാനം ഉണ്ടാക്കേണ്ടവർ എന്നുള്ള നിലയിൽ നിങ്ങൾ പറയണം, മാധ്യമപ്രവർത്തനം മനുഷ്യന് വേണ്ടിയാവണം, മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാവണം.
ആദ്യത്തെയും അവസാനത്തെയും പ്രയോറിറ്റി മനുഷ്യനാകണം. അതിൽ പാവപ്പെട്ട തൊഴിലാളി ഉണ്ടാകണം. ഇവിടെ ദേശീയപാതയ്ക്ക് വേണ്ടി പണിയെടുക്കുന്ന, വെയിലത്ത് പണിയെടുക്കുന്ന ആ തൊഴിലാളിക്ക് വേണ്ടിയാകണം. അങ്ങനെയാകുമ്പോൾ അഖിലേന്ത്യാ പണിമുടക്ക് വരുമ്പോൾ ഇത് ഹർത്താലാക്കുന്നത് ശരിയാണ് എന്ന ചോദ്യം ഉന്നയിക്കാൻ ഒരു മാധ്യമപ്രവർത്തകനും തോന്നില്ല. ഒരു രാഷ്ട്രീയ നേതാവിനും ആ ദിവസം ജാഥ നടത്താനും തോന്നില്ല. താങ്ക് യു. ാണ് പരിപാടി എന്നൊക്കെ പറയുമ്പോഴേ നമ്മളൊക്കെ ഏറ്റവും പേടിക്കുന്നൊരു കാര്യം യുവാക്കളുടെ ചോദ്യങ്ങളെയാണ്. കാരണം ഒഴുക്കിനനുസരിച്ച് നീന്തുന്ന ആളുകൾക്ക് മാത്രമേ അതിനനുസരിച്ച് മറുപടി പറയാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് പലപ്പോഴും ചോദ്യങ്ങളെ നമ്മൾ എല്ലാ കാലത്തും അടിച്ചമർത്താറാണ് പതിവ്. ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ ആർക്കും ചോദ്യങ്ങളില്ല. ഇത് നമ്മുടെ തലമുറയുടെ പ്രശ്നമാണോ, നമ്മുടെ വിഷയത്തിൻ്റെ പ്രശ്നമാണോ, നമ്മുടെ പ്രശ്നമാണോ എന്നാണ് ഞാൻ നോക്കുന്നത്. അപർണ ഒരു വലിയ വെല്ലുവിളിയാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആർട്സ് കോളേജിൻ്റെ സമര പോരാട്ട വീര്യങ്ങളുടെ ചരിത്രമുള്ള ഒരു മണ്ണാണിത്. അതുകൊണ്ട് നിങ്ങൾ മാനം രക്ഷിക്കാൻ ചോദ്യം ചോദിക്കണേ. അതോ ടീച്ചറെ പേടിച്ചിട്ടാണോ ചോദിക്കാത്തത്? അവർ മുന്നേറുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് പൂർണ്ണമായും ശരിയാണോ? ഇപ്പം മാധ്യമങ്ങൾ ചില തെറ്റായ കാര്യങ്ങൾ കൊണ്ട് ചില രാഷ്ട്രീയക്കാരെ വേട്ടയാടുന്നുണ്ട്. അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നതുകൊണ്ട് അവർ സർക്കാരിനും കൂടെ നിൽക്കുന്നു. പക്ഷേ മാധ്യമങ്ങൾ എപ്പോഴും ചെയ്യുന്നത് അങ്ങനെയാണോ? ഇപ്പം ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയാണെങ്കിലും ഇപ്പം മറ്റേ രക്തസാക്ഷി ഫണ്ട് അതിൽ നിന്ന് പൈസ അടിച്ചു മാറ്റിയതാണെങ്കിലും അതെല്ലാം മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്ന വാർത്തകളല്ലേ? അതിനെല്ലാം ജനങ്ങൾ സർക്കാരിൻ്റെ കൂടെ നിൽക്കും എന്നാണോ പറയുന്നത്? എന്നോടാണോ ചോദ്യം? ഇതിൽ രണ്ട് കാര്യങ്ങളാണ് മോനെ. ശരിയായ വാർത്ത കൊടുത്താൽ ജനമെന്ന് മാത്രമല്ല, തെറ്റ് ചെയ്ത പാർട്ടി ആയാലും സംഘടനയായാലും ആളുകളായാലും തിരുത്തേണ്ടി വരും. പക്ഷേ വാർത്ത അർദ്ധസത്യമാകരുത്, അസത്യമാകരുത്. പലപ്പോഴും ഉണ്ടാകുന്നത് ഒരു വാർത്തയിൽ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പം നിങ്ങളുടെ മുൻപിലിരിക്കുന്ന ഗ്ലാസ്സിൽ പകുതി വെള്ളം ഉണ്ടാവും. പകുതി വെള്ളമുണ്ട് എന്ന് എനിക്ക് റിപ്പോർട്ട് ചെയ്യാം, പകുതി വെള്ളം ഇല്ല എന്ന് അപർണ റിപ്പോർട്ട് ചെയ്യും. വെള്ളമില്ല എന്ന് റിപ്പോർട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ഇവിടെയാണ് പ്രശ്നം. നിങ്ങൾ ആർക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ളതാണ് മാധ്യമപ്രവർത്തകൻ അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനം തീരുമാനിക്കേണ്ടത്. ഇതിൽ എഡിറ്റോറിയൽ പോളിസി ഉണ്ടാവും, മുതലാളിയുടെ താല്പര്യം ഉണ്ടാവും. ഇതൊക്കെ പറഞ്ഞാലും ഒരു മാധ്യമപ്രവർത്തകൻ നെട്ടലുള്ളവനാണെങ്കിൽ ഞാൻ ഈ വാർത്ത ചെയ്യില്ല എന്ന് തീരുമാനിച്ചാൽ ചെയ്യാതിരിക്കാൻ പറ്റും. അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ കേരളത്തിലില്ലേ ജിജോ അല്ലേ? പലപ്പോഴും മാധ്യമപ്രവർത്തകരും ഈ പറയുന്ന താല്പര്യങ്ങളെക്കാൾ അപ്പുറത്തേക്ക് അതിൻ്റെ വക്താക്കളായി മാറുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഒരു തട്ടിപ്പുണ്ട് എന്നുള്ളത് ആ തട്ടിപ്പിനെ അഡ്രസ്സ് ചെയ്യേണ്ടതിന് പകരം അതിൻ്റെ കൂടെ ആരെയൊക്കെ ബ്രാക്കറ്റ് ചെയ്യാം, അതിലേക്ക്, അതായത് മെറിറ്റിലേക്ക് പോകില്ല, അതിൻ്റെ കൃത്യമായ ഒരു ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകാതെ നമുക്കത് എങ്ങനെ വേറെ രീതിയിലേക്ക് മാറ്റാം. ഞാൻ ഇന്നത്തെ ഒരു സംഭവം പറയാം. ഇന്ന് രാവിലെ ഞാൻ വരുന്ന സമയത്ത് എല്ലാ ചാനലിലും പോകുന്നത് കട്ടിലിൻ്റെയും കിടക്കയുടെയും കഥയാണ്. മുഖ്യമന്ത്രിക്ക് കട്ടിലിന് ഇത്ര രൂപ. മുഖ്യമന്ത്രി ഒരു ഗസ്റ്റ് ഹൗസിൽ താമസിക്കുമ്പം ആ ഗസ്റ്റ് ഹൗസിൽ കട്ടിലും കിടക്കയും മേടിക്കുന്നത് മുഖ്യമന്ത്രി അറിഞ്ഞോണോ? ഒരിക്കലുമല്ല. മുഖ്യമന്ത്രിയല്ല, പ്രതിപക്ഷ നേതാവ് പോയാലും പ്രധാനമന്ത്രി ആയാലും ആരായാലും അവർ ഗസ്റ്റ് ഹൗസിൽ ഒരു ദിവസം പോകുന്നു എന്ന് വെച്ച് അവിടെ വാങ്ങിക്കുന്ന കിടക്കയും കട്ടിലും ഒരിക്കലും അത് പ്രധാനമന്ത്രി അറിഞ്ഞിട്ടോ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടോ പ്രതിപക്ഷ നേതാവ് അറിഞ്ഞിട്ടോ അല്ല. അത് സാമാന്യ യുക്തിയിൽ നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ നമ്മുടെ എല്ലാ മാധ്യമങ്ങളിലെയും വാർത്ത ഒരേ സ്വഭാവത്തിലാണ്. മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങിച്ചത് 1 ലക്ഷത്തിന്. എന്നാൽ പിന്നെ പറയണം അതിൻ്റെ കൂടെ വാങ്ങിച്ചത് ദേവസ്വം ബോർഡിലെ ഇന്ന എഞ്ചിനീയറാണ്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ്. അപ്പം വാർത്തയിൽ നിങ്ങൾ തന്നെ ഒരു ധ്വനി ഉണ്ടാക്കുന്നു. എന്താണ്? ഇത് മുഖ്യമന്ത്രി മേടിച്ച പോലെയാണെന്ന് തോന്നിപ്പിക്കും. ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് മാത്രം ആപ്ലിക്കബിൾ അല്ല. പ്രതിപക്ഷ നേതാവായാലും നാളെ പ്രതിപക്ഷ നേതാവ് ഒരു ഗസ്റ്റ് ഹൗസിൽ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി ഗസ്റ്റ് ഹൗസിൽ പോവുകയാണ്. ആ ഗസ്റ്റ് ഹൗസിലെ കട്ടിലിൻ്റെയും കിടക്കയുടെയും വില ഒരു കാരണവശാലും അവരന്വേഷിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് വേറൊരു കാര്യം പറയാം, ദൂർത്ത് എന്നുള്ള രീതിയിലോ മറ്റേതെങ്കിലും ആംഗിളിലേക്ക് നിങ്ങൾക്കതിനെ കൃത്യമായി വാർത്തയാക്കണം. പക്ഷേ അവിടെയും
ടാർഗറ്റ് പിഴക്കരുത്. നിങ്ങളുടെ ഉദ്ദേശശുദ്ധി കൃത്യമാണെങ്കിൽ നിങ്ങൾ അതിലെ ധാരാളിത്തത്തെയാണ് വാർത്തയാക്കേണ്ടത്. ധാരാളിത്തമാണ് വാർത്തയാക്കേണ്ടത്. പക്ഷേ അവിടെ ഒരു പൊളിറ്റിക്കൽ അജണ്ട വരുമ്പോൾ സ്വാഭാവികമായിട്ടും എപ്പോഴും മാധ്യമപ്രവർത്തകർ പ്രതിപക്ഷത്തിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. മാധ്യമപ്രവർത്തനം പ്രതിപക്ഷ ധർമ്മമാണ് നിർവഹിക്കേണ്ടത്. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ പ്രതിപക്ഷമല്ല, അല്ലാതെ ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുക എന്നുള്ളതാണ്. സാധാരണ ജനങ്ങൾക്ക് വേണ്ടി, സാധാരണ തൊഴിലാളികൾക്ക് വേണ്ടി, സാധാരണ മനുഷ്യർക്ക് വേണ്ടി. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ അർദ്ധസത്യം ഒരിക്കലും ഉണ്ടാകില്ല. അപ്പം നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിൻ്റെ ഏറ്റവും കാതൽ, മാധ്യമപ്രവർത്തകർ ആക്രമിച്ച എല്ലാ ആൾക്കാരും വിജയിച്ചു വരുന്നില്ല. പക്ഷേ ആ ആക്രമണം ശരിയാണ്. 2G സ്പെക്ട്രം അഴിമതി നമ്മൾ കണ്ടതാണ്. അത് കൊണ്ടുവന്നത് മാധ്യമപ്രവർത്തകനാണ്, ഒരു മലയാളിയാണ്. ഗോപീഷ് എന്നാണ് ആ മാധ്യമപ്രവർത്തകൻ്റെ പേര്. എൻ്റെയും ജിജോൻ്റെയും ഒക്കെ അടുപ്പമുള്ള, പബ്രണ്ണയുടെ ഒക്കെ അടുപ്പമുള്ള ആളാണ്. അത്തരത്തിൽ കാമ്പുള്ള വാർത്തകൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിൽ തീർച്ചയായും സത്യത്തിൻ്റെ വിജയം ഉണ്ടാവും. ഈ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ മറച്ചുവെച്ച സത്യം പുറത്തു വരും, അല്ലെങ്കിൽ നിങ്ങൾ അർദ്ധസത്യമാക്കി നിങ്ങൾ ആരെയോ പരിരക്ഷിച്ചെങ്കിൽ അത് പുറത്തു വരും എന്നുള്ളത് ഒരു പ്രകൃതി നിയമമാണ്. ഇതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യത്തെ ചിന്തയും അവസാനത്തെ ചിന്തയും സത്യവും മനുഷ്യനും മാത്രമായിരിക്കണം മാധ്യമപ്രവർത്തകർക്ക്. താങ്ക് യു. അപ്പം നമ്മുടെ ഒരു ക്വസ്റ്റ്യനും ഒരു സംശയം ചോദിക്കാനാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പുതുതലമുറയെ ചോദ്യം ചോദിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളെന്ന രീതിയിൽ സാമാന്യവൽക്കരിക്കണമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇവരൊക്കെ സ്മാർട്ടാണ്, ഇവിടെ ഇരിക്കുന്നവരെല്ലാം സ്മാർട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണെന്ന് അവർ കരുതുന്നില്ല. നിങ്ങളെ കാണാനും കേൾക്കുവാനും അവർ താല്പര്യപ്പെടുന്നുണ്ട് എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. മാധ്യമങ്ങൾ പറയുന്നതൊക്കെ ഇന്നത്തെ യുവതലമുറ, പ്രത്യേകിച്ച് ജെൻസി ജനറേഷൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊരു വിശ്വാസവും എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ തന്നെ നോക്കി കാണണമെന്നൊരു സംശയമുണ്ട്. എനിക്ക് ഉള്ളൊരു സംശയം, ഈ ഒരു സത്യാനന്തര കാലത്ത് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ബ്രോഡ്കാസ്റ്റ് മാധ്യമ ലോകം രൂപം കൊണ്ടിരിക്കുന്ന കാലത്ത് ഓരോ വ്യക്തിയും വാർത്ത ക്രിയേറ്റ് ചെയ്യുന്നവരാണ്. അങ്ങനൊരു കാലത്ത് മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും ഇനി പുതിയ കാലത്ത് എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യാനുണ്ടോ എന്നുള്ളൊരു ചോദ്യം, നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഓക്കെ, അതിനോട് 3 പേരുടെ ഒരു റെസ്പോൺസ് കൊണ്ട് നമുക്ക് ഈ സെഷൻ ഇവിടെ മാറ്റാം. നമ്മളെ സെഷൻ അവസാനിപ്പിക്കുമെന്ന് ഞാൻ ചോദ്യകർത്താവിനെ ഇതാക്കുന്നില്ല. ചോദ്യകർത്താവ് വിദ്യാർത്ഥികളുടെ വക്താവായിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹം വിദ്യാർത്ഥികൾ ഇത്ര നന്നായിട്ട് ധരിച്ചു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങളാരും തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടല്ല ചോദിച്ചത്. കാരണം കത്തുന്ന പന്തങ്ങളെപ്പോലെ തന്നെ കുട്ടികളുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ ധരിക്കുന്നത്. അവരുടെ ചോദ്യങ്ങൾ ഉണ്ടാവുന്നില്ല, കുറേ കൂടി വരണം എന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു പോസിറ്റീവ് മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ചോദിച്ചത്. പിന്നെ ചോദിച്ചത് മാധ്യമങ്ങൾ ഇല്ലാതാകുന്ന ഒരു കാലം എന്നുള്ളത്. പത്രാധിപന്മാരില്ലാതായിട്ടുള്ളൊരു കാലത്താണ് ഇന്ന് മാധ്യമങ്ങളുള്ളത്. ഇന്ന് പത്രങ്ങളിൽ എവിടെയും സ്വദേശാഭിമാനി പോയിട്ടും മഹാത്മാഗാന്ധി പോയിട്ട് പത്രാധിപന്മാരില്ല, സിഇഒമാരാണ്. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കയ്യിൽ തന്നെ, നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഇപ്പം മാധ്യമങ്ങളുണ്ട്. നിങ്ങളെല്ലാവരും മാധ്യമ പ്രവർത്തകരാണ്. സിറ്റിസൺസ് ജേർണലിസം എന്നുള്ളത് വളരെ ഇതായിട്ടുള്ളൊരു മാധ്യമ പ്രവർത്തനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സമാന്തരമായിട്ടുള്ള വഴികളുണ്ട്. ധ്രുവരാത്രിയാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഇന്ന് ഏറ്റവും കൂടുതൽ പേടിക്കുന്ന മാധ്യമപ്രവർത്തകൻ. അദ്ദേഹം മുഖ്യധാര മാധ്യമപ്രവർത്തകനല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിശേഷിപ്പിക്കുന്ന നമ്മുടെ പറഞ്ഞു വെച്ചിട്ടുള്ള ഏകീകൃതമായിട്ടുള്ള സിലബസുകളിലുള്ള മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തനത്തെയും തന്നെ തേടിപ്പോകേണ്ടതില്ല. മാധ്യമങ്ങളുടെ രൂപവും ഘടനയും ശൈലിയും ഒക്കെ മാറും. അപ്പോൾ ചിലപ്പോൾ ഞങ്ങളായിരിക്കില്ല, നിങ്ങൾ തന്നെയായിരിക്കും ജനങ്ങൾ മാധ്യമപ്രവർത്തകരാകുന്ന, ജനങ്ങൾ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്ന, ജനങ്ങൾ മാധ്യമങ്ങളെ നയിക്കുന്ന ഒരു കാലത്തിന് വേണ്ടി തന്നെയാണ് ഞങ്ങളും സ്വപ്നം കാണുന്നത്. വെല്ലുവിളിച്ചതായിരുന്നില്ല വിദ്യാർത്ഥികളെ. സത്യത്തിൽ അതൊരു മോട്ടിവേഷനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ വെല്ലുവിളി പോലെ തോന്നി എന്ന് തോന്നുന്നു അല്ലേ? ഇനി അത് വെല്ലുവിളിയായിട്ടാണോ നിങ്ങൾ കണ്ടത്? ആരെയും വെല്ലുവിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മാധ്യമപ്രവർത്തകരെ പോലും വെല്ലുവിളിക്കരുത് എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചതിൽ നിന്ന് ഞാൻ തന്നെ പറഞ്ഞത്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എപ്പോഴും യുവാക്കൾ, നമ്മളെപ്പോഴും പറയേണ്ട ഫയർ ബ്രാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും യൂത്താണ്. പക്ഷേ ശരാശരി ഇപ്പം ഞാനും ദീപക്കൊക്കെ ജോലി ചെയ്യുന്നത് ദൃശ്യമാധ്യമ രംഗത്താണ്. ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഞങ്ങളെ കൂടുതൽ കാണുന്ന ആളുകൾ എന്ന് പറയുന്നത് 45+ ആളുകളാണ്.
അല്ലെങ്കിൽ 50+ ആളുകളാണ്. അത്തരം ആളുകൾ മാത്രമേ ചാനലിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഇപ്പം മുഖ്യധാര ആളുകളല്ലാതെയുള്ള ആളുകളെ അറിയുന്നവർ പോലും ഉള്ളൂ. ഒരുപക്ഷെ 24 മണിക്കൂറും ചാനൽ തുറക്കുമ്പോൾ നിങ്ങൾ കാണുന്ന മുഖങ്ങൾക്കപ്പുറത്തേക്കുള്ള മുഖങ്ങളെ ആർക്കും പരിചയമില്ലാതെ പോകുന്ന ആളുകൾ, വർഷങ്ങളായി മാധ്യമപ്രവർത്തനം, സുതാര്യമായി പ്രവർത്തനം നടത്തുന്ന ആളുകളുണ്ട്. ഏറെ ബഹുമാനത്തോടു കൂടിയും നമ്മൾ അംഗീകരിക്കപ്പെടേണ്ടതുമായ ആളുകളുള്ളൊരു വലിയ തലമുറ തന്നെ ഇപ്പം എനിക്ക് മുന്നേ സഞ്ചരിച്ച ആളുകളുണ്ട്. കുറേ ആളുകളൊക്കെ നമുക്ക് നേരത്തെയൊക്കെ ആയിട്ട് ഇവിടെ തന്നെ കാണാനും പറ്റിയിട്ടുണ്ട്. അത്തരം ആളുകളെ ഈ ഇരിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ, ഞാൻ കുട്ടികളെന്ന് ഉദ്ദേശിക്കുന്നത് പ്രായം കൊണ്ടാണ്, ആ കൂട്ടത്തിൽ എത്ര പേർക്ക് അവരെ അറിയാം? എത്ര പേര് അവരെ അറിഞ്ഞിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, അവരെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്? അതിനുള്ള വസ്തുതയൊന്നും ഇവിടെ ഇല്ല. കാരണം നമ്മൾ കാണുന്നത് ഈ ചെറിയ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനകത്ത് കിട്ടുന്നതേ നമ്മളിലേക്ക് എത്തുന്നുള്ളൂ. ഇവിടെ ഇരിക്കുമ്പോൾ പോലും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, എന്താണ് എന്നുള്ളത്. ഞാൻ സാധാരണഗതിയിലൊക്കെ നമ്മൾ ഒരു കോളേജിലൊക്കെ ഒരു പരിപാടിക്ക് പോയി ചോദിക്കാറുണ്ട്, പത്രം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പം ബോധപൂർവ്വം ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ അതങ്ങ് വിഴുങ്ങും. കാരണം എന്താണെന്ന് പറയുക, അവർ തിരിച്ച് ചോദിച്ച് എനിക്ക് ഉത്തരവില്ല, അല്ലെങ്കിൽ ഞാൻ നുണ പറയണം. ഞാൻ പത്രം വായിച്ചിട്ടുണ്ട്, എനിക്ക് നുണ പറയേണ്ടി വരും പലപ്പോഴും. ഇന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ സത്യമായിട്ട് പറഞ്ഞതാണ്. പക്ഷേ വായിക്കാൻ പറ്റാറില്ല. അത് പറ്റാത്തത് എനിക്ക് വാർത്ത അറിയേണ്ടാത്തതുകൊണ്ടല്ല, അറിയേണ്ട വാർത്തകൾ എനിക്ക് അതല്ലാത്ത മാധ്യമങ്ങളിലൂടെ കിട്ടുന്നത് കൊണ്ടും കൂടിയാണ്. അപ്പം നമ്മൾ ഓരോ ആളുകളും മാധ്യമപ്രവർത്തകരാണ്. അത് ഏതെങ്കിലും ചാനലിൽ ജോലി ചെയ്യുന്നത് കൊണ്ടോ ഏതെങ്കിലും പത്രസ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നത് കൊണ്ടോ അല്ല, എല്ലാവരും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വാർത്ത, ഒരു വ്യക്തിക്കെതിരായി ഒരു വാർത്ത വന്നാൽ നിങ്ങൾ ആരെങ്കിലും അത് ഒരു മാധ്യമത്തിൽ വന്നു എന്നുള്ളതിന്, അത് ഏതെങ്കിലും മാധ്യമമാവട്ടെ, ഏതെങ്കിലും മാധ്യമ സ്ഥാപനമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ആ വാർത്ത നിങ്ങൾ വെള്ളം തൊടാതെ വിഴുങ്ങോ? അത് സത്യമാണ്, ആ വാർത്ത സത്യമാണ് എന്ന് ആദ്യ വായനയിൽ വിശ്വസിക്കുന്ന എത്ര പേര് ഈ കൂട്ടത്തിലുണ്ട്? പൂർണ്ണമായിട്ടും അത് സത്യമാണ് എന്ന് വിശ്വസിച്ച് ആ വാർത്ത ഉൾക്കൊള്ളുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ കൈപൊക്കാം. അങ്ങനെ പറ്റുന്നുണ്ടോ? അപ്പം നിങ്ങൾക്കും അറിയാം ഈ വരുന്നത് ശരിയായ വാർത്തയൊന്നുമല്ല, ഇതിനൊരു മറുവശം ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരു ബോധം തുറന്നു വെക്കാൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്താഗതി വളരുന്നുണ്ട് എന്നുള്ളത് അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ മാറി വരുന്നൊരു കാലം. ഞാൻ ജോലി തുടങ്ങിയത് ഒരു പത്രമാധ്യമത്തിലാണ്. 23 വർഷം മുൻപ് മാതൃഭൂമി പത്രത്തിലാണ് ഞാൻ ജോലി തുടങ്ങിയത്. ഞാൻ തമാശയ്ക്കൊക്കെ ഇപ്പോഴും ഡെസ്കിലൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് എന്നെ കുട്ടികൾ ഇപ്പം നേരത്തെ ജിജോ പറഞ്ഞ പോലെ തള്ള വൈബ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. കാരണം ഞാൻ ജോലി തുടങ്ങുന്ന കാലത്ത് പ്രിൻ്റ് ചെയ്യുന്ന സാധനങ്ങൾ ഫിലിമിൽ ഒട്ടിച്ചിട്ട് എടുക്കുന്നൊരു കാലം കണ്ടിട്ടുണ്ട്. ഞാൻ കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ട് വരുന്ന ഇപ്പം വന്ന വാർത്ത ഇപ്പം പബ്ലിഷ് ചെയ്ത് അച്ചടിച്ച് വരുന്നത് അതും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആ കാലഘട്ടത്തിനനുസരിച്ച് വളർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് പ്രായമായി എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. ആ കാലഘട്ടം മാറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് ഒരാളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അയാളൊരു മാധ്യമ പ്രവർത്തകരാണ്. ആരും ആയിക്കോട്ടെ, അത് ആൺകുട്ടിയോ പെൺകുട്ടിയോ മറ്റാരായിക്കോട്ടെ, അതിനുള്ളൊരു മീഡിയം അവരുടെ കയ്യിലുണ്ട്. ആ മീഡിയത്തിനേക്കാളും വലിയൊരു മാധ്യമം വേറെ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഓരോ ആളും മാധ്യമപ്രവർത്തകരാണ്. ഓരോ ആളും ഈ സമൂഹത്തിനോട്, നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയോട് ബാധ്യതയുള്ളവരാണ്, ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അവരാരും സൊസൈറ്റിക്കെതിരല്ല, ഞങ്ങളും എതിരല്ല എന്നാണ് ഞാനും പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും പറയാനോ? ഈ ക്വസ്റ്റിനോട് സാറ് റെസ്പോണ്ട് ചെയ്തില്ല. ഒന്ന്, കുട്ടികളാണ് എല്ലാ മാറ്റങ്ങളും ഉണ്ടാക്കേണ്ടത്. കുട്ടികളെന്ന് പറഞ്ഞാൽ ഈ ജൻസികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അത് എതിർത്താണ് ചോദിക്കേണ്ടത്. അങ്ങനെ ചോദിച്ചാൽ മാത്രമേ ഈ സത്യാനന്തരം എന്ന് പറഞ്ഞ പോസ്റ്റ് ട്രൂത്തിലേക്ക് നമുക്ക് എത്താനാവൂ. അതാണ് അതിലുള്ള നിലപാട്. രണ്ടാമത്തെ കാര്യം മാഷ് ചോദിച്ച മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ളത്. മാധ്യമങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യിപ്പിക്കാനാകുമോ എന്നുള്ളതാണ് ഈ കാലത്തിൻ്റെ ദൗത്യം. നിങ്ങൾ പറയുന്ന മാധ്യമങ്ങളെ വിശ്വാസയോഗ്യമല്ലെങ്കിൽ വിശ്വസിക്കാവുന്ന രീതിയിലേക്ക് അവരെ മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങൾക്കേ സാധിക്കൂ. കാരണം സർക്കുലേഷനും റേറ്റിങ്ങുമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. പത്രത്തിന് വരിക്കാരെ വേണം, വായനക്കാരെ വേണം, ചാനലിന് പ്രേക്ഷകരെ വേണം, അപ്പോയിൻമെൻറ്റ് വ്യൂവേഴ്സിനെ വേണം, സ്ഥിരം പ്രേക്ഷകരെ. അത് നിങ്ങൾ നോ പറഞ്ഞാൽ അവിടെയും നോ ആണ്. അപ്പോൾ അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ജനമാണ്, മനുഷ്യരാണ് എന്നുള്ളതാണ്. പിന്നെ ഒരു വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ആവേണ്ടത്
റെസ്പോൺസിബിൾ ജേർണലിസമാണ്, ഉത്തരവാദിത്ത മാധ്യമ പ്രവർത്തനമാണ്. അത് ഈ കാലത്ത് ആവണമെങ്കിൽ ആ ഉത്തരവാദിത്വവും ദൗത്യവും നിറവേറ്റേണ്ടത് നിങ്ങൾ മാത്രമാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മളുടെ ഈ സജീവമായ ഒരു ചർച്ചയായിരുന്നു. സത്യാനന്തര കാലത്ത് മാധ്യമപ്രവർത്തനം ഒരു പ്രശ്നമാണ്, സത്യം ഒരു പ്രശ്നമാണ്, സത്യം പറയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് ഈ ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത PV ജിജോ, അപർണ കാർത്തിക, ദീപക് ധർമ്മടം എന്നിവർക്ക് ആർട്സ് കോളേജ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ചർച്ചയിൽ ഇവിടെ വീക്ഷിച്ചതും ഡിസ്കഷനിൽ പങ്കെടുത്തതുമായ നിങ്ങൾ ഓരോരുത്തർക്കും ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇതിന് ഈ ഒരു അവസരം എനിക്ക് തന്ന ഓർഗനൈസേഴ്സിനും എൻ്റെ പേരിലുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.